ബണ്ണി അവനെ വിടരുത്. നീ പേടിക്കണ്ട, അവനെ എന്തായാലും ഇവൻ വിടാൻ പോകുന്നില്ല. സംശയമുണ്ടോ? ബണ്ണി, സണ്ണി, നിങ്ങൾ വഴക്ക് നിർത്ത. ഇന്നെന്തായാലും ഞാൻ ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ, എന്റെ കൈകൊണ്ട് നീ അടി വാങ്ങി എന്നൊരു പരുവത്തിലാകും, നോക്കിക്കോ. അല്ല, അവിടെ എന്താ സംഭവിക്കുന്നേ? അറിയില്ല മുത്തശ്ശ, വരൂ പോയി നോക്കാം. ബണ്ണി, എന്റെ കൂട്ടുകാരാ. സണ്ണി, എന്റെ ചക്കരേ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഫുട്ബോൾ കളിക്കണമെങ്കിൽ വേണ്ടത് പന്താണ്. മുത്തശ്ശ, നിങ്ങൾ അവർക്ക് കൊടുത്ത ഗുളിക എന്താണ്? മോനെ, ഇതേ കൂട്ടുകാർ ഒന്നിച്ച് ചേരാനുള്ള ഗുളിയാണ് കേട്ടോ. ഇതെന്തായാലും ഒരു മാജിക് ഗുളികയാണ്. സംശയം ഇതാ, വെച്ചോ. ബണ്ണിയെ എവിടെയും കാണുന്നില്ലല്ലോ. അവനിപ്പോ നമ്മൾ വേണ്ടെന്നാണ് തോന്നുന്നത്. വീട്ടിലേക്ക് പോവാ. അയ്യോ, ട്രക്ക്. വണ്ടി സൂക്ഷിച്ച് ഓടിക്ക സണ്ണി. നീ പേടിക്കണ്ട ബണ്ണി, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചാടിക്കോ, ചാടിക്കോ, താഴോട്ട് ചാടിക്കോ. ഇനി ഒരു പ്രശ്നവുമില്ല. ഈ ബണ്ണി എവിടെ പോയി? സണ്ണി, രക്ഷിക്ക്. ഞാനിതാ എത്തിപ്പോയി. ഈ ഫ്രണ്ട്ഷിപ്പിനെ ആരെ കൊണ്ട് ഒരിക്കലും പിരിക്കാൻ കഴിയില്ല. അതെ, ആര് വിചാരിച്ചാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കാൻ കഴിയില്ല. ജ്യൂസ് ഷെയർ ചെയ്താൽ സുഹൃത്ത് ബന്ധം കൂടും. ശരി ബണ്ണി, രാത്രിയായി കഴിഞ്ഞു, ഞാൻ പോവുക. വേണ്ട സുഹൃത്തെ, ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യ്. രാത്രി മുഴുവനും അടിച്ചു പൊളിക്കാം. ക്യാരംസ് കളിക്കാം, വീഡിയോ ഗെയിംസ് കളിക്കാം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് എക്സസൈസും ചെയ്യാം. ആ ഓ, നീ റിക്വസ്റ്റ് ചെയ്യേണ്ട എന്ത് ആവശ്യമാണുള്ളത്? നീ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ തന്നെ ചെയ്യാം. വാ, നമുക്ക് പോവാം. വിട്ടേക്കടാ പോപ്പട്ടെ, നാളെ രാവിലെ വരെയുള്ള കാര്യല്ലേ ഉള്ളൂ. ഓ ബണ്ണി, വല്ലാതെ ഉറക്കം വരിക എനിക്ക്. ആ എങ്കിൽ വാ, നമുക്ക് കിടന്നുറങ്ങാം. വാ പോവാ. അല്ല, ഇവിടെ എനിക്ക് കിടക്കാനായിട്ട് സ്ഥലം ഒന്നും തന്നെ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ഉണ്ടാക്കാം. ആ നീ വാ. ഈ സണ്ണി അവിടെ എന്താണ് ചെയ്യുന്നത്?
ഇപ്പൊ കിടക്കാൻ നിനക്ക് സ്ഥലം കിട്ടിയില്ലേ? വാ വന്ന് കിടക്ക് സണ്ണി. വിഷമിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്പസമയം കൂടി, അപ്പോഴേക്കും മരുന്നിന്റെ വീര്യം കുറഞ്ഞു കിട്ടും. സംശയമുണ്ടോ? വേഗം വെയിറ്റ് പൊക്കിക്കോ. ഇത്രയൊന്നും പൊക്കാൻ പറ്റില്ല. ഞാനുണ്ടല്ലോ സുഹൃത്തെ, ഞാൻ നിന്നെ സഹായിക്കാം. ഹലോ, സോറി ബണ്ണി. ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പിലുള്ളതാ. എടാ, നീ എന്തായി കാണിക്കുന്നത്? അതൊക്കെ പോട്ടെ, നീ എന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? എനിക്കറിയില്ല, ചിലപ്പോൾ പഴയ തുണികൾ ദാനം തരാൻ വേണ്ടി വന്നതായിരിക്കും. മരുന്നിന്റെ വീര്യം തീർന്നു എന്നാണ് തോന്നുന്നത്. ഇത്രയും അധികം തവളകളോ? കുട്ടികളെ വേഗം ഓടി രക്ഷപ്പെട്ടുള്ളൂ. വരൂ കൂട്ടുകാരെ. കൊച്ചളിയ, ഡോഗ് ഹൗസ് വളരെ നന്നായിട്ടുണ്ടല്ലേ? ഇത്രയും വലിയ വീടുള്ളപ്പോ എന്തിനാണ് ഡോഗ് ഹൗസ് ഉണ്ടാക്കുന്നത്? ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ നിനക്ക് AC വെച്ച് തരാം. AC വെച്ചാ പിന്നെ ഇവനെ ഇവിടെ പോയി കിടക്കും. എടാ, AC എയർ കണ്ടീഷൻ വെക്കുമെന്നാ പറഞ്ഞത്. സംശയമുണ്ടോ? ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാൻ പോകുന്നില്ല. എന്റെ പൊന്നു സുഹൃത്തെ, നിനക്ക് കിടക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നേ? ഇവൻ ഇതിനകത്ത് കിടക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് ഉണ്ടാക്കുന്നത്? സ്റ്റേറ്റസിന് വേണ്ടിയാണ് ഹണി. വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ ഔട്ട് ഹൗസും ഡോഗ് ഹൗസും ഉണ്ടാകും. സംശയമുണ്ടോ? വേഗം വാ, പെട്ടെന്ന് നമുക്ക് പണിയെടുത്ത് ഇത് പൂർത്തിയാക്കാം.
ഹണി നിനക്ക് ഒരു പടിയും നേരെ ചെയ്യാൻ അറിയില്ലേ? അറിയാം, ബ്രെഡില് ബട്ടർ തേക്കാൻ നന്നായിട്ട് എനിക്ക് അറിയാം. എന്തൊരു നാറ്റമായത്, എന്റെ കാതിലെ കാഴ്ച തന്നെ പോകുന്നു തോന്നുന്നു. എടാ കാഴ്ച കാതിലല്ല കണ്ണിലാണുള്ളത്. ആ ഏതാണെങ്കിലും ശരി, എന്തായാലും എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്തുമാത്രം നാറ്റമാണ് ഇവിടെ. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വാ. എടാ എടാ പോപ്പട്ടാണ്, എന്നെ കുറിച്ച് നിനക്കറിയില്ല. മര്യാദക്ക് പുറത്ത് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇന്നെന്താ ഹോളിയാണോ? അല്ല ഇന്ന് ദീപാവലിയാ. അകത്തോട്ട് ചെന്നാലേ പടക്കം പൊട്ടിച്ച് കാണിച്ചു തരും. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് നമ്മൾ വന്നത്. പക്ഷെ ഇയാൾ കാണിക്കുന്നത് കണ്ടാൽ രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത്. സംശയമുണ്ടോ? ഓൾ ദി ബെസ്റ്റ് ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. അല്ല നീ എന്താ അകത്തേക്ക് പോകുന്നില്ലേ? എനിക്ക് വട്ടുപിടിച്ച നായുമായിട്ട് കടികൂടാൻ വയ്യ. തെറ്റിദ്ധരിക്കരുതേ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞു പോയതാ. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം. അതല്ലേ നല്ലത്? കൊള്ളാം, നമ്മളെ എല്ലാവരും ഇപ്പൊ കാണാൻ ഒരുപോലെ ഉണ്ട്. എടാ നമ്മൾ അറിയാതെ ഇവരുടെ ഏരിയക്കകത്ത് വന്നെന്നാ തോന്നുന്നേ. ഇനി ഇവർ നമ്മളെ വിടാൻ പോകുന്നില്ല. കൊച്ചലിയ, ഈ ഷാർക്കൊക്കെ എന്തിനാ നമ്മുടെ പുറകെ വരുന്നത്? സത്യത്തിൽ നമ്മൾ സിഗ്നൽ പോലും ലംഘിച്ചിട്ടില്ലല്ലോ. എടാ കഴുതേ, ഇവര് നമ്മളെ തിന്നാൻ വേണ്ടി വന്നോണ്ടിരിക്കുക. വേണ്ട വേണ്ട ഷാർക്ക് ചേട്ടാ, ഞങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് വന്നോ. എടാ കഴുതേ, അവര് നമ്മളെ കഴിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളെ കഴിക്കാൻ വേണ്ടി പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. എടാ കുഞ്ഞ, ഈ പൂച്ചകളെ ഞാൻ കഴിച്ചോളാടാ. ഇവറ്റകളും ഞാനേ കഴിക്കൂ. നിന്റെ ചേട്ടൻ പറയുന്ന കാര്യം നീ അനുസരിക്കില്ലേ? ഇതിനു വേണ്ടിയായിരുന്നോടാ ഇത്രയും നാള് ഞാൻ നിന്നെ തീറ്റിപ്പോറ്റി വളർത്തിയത്? ആഹാരം മാത്രമേ തന്നുള്ളൂ, എന്നാൽ എന്നെ വളർത്തിയില്ല. അതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ എന്നെ പൊടിയാ പൊടിയാ എന്ന് വിളിക്കുന്നത്. നോക്ക്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ പാടില്ല. വിശന്നാ എനിക്ക് ദേഷ്യം വരുമെന്ന് നിനക്കറിയാലോ. അതെ, അതിന്റെ കൂടെ ബിപിയും ഷുഗറും കൂടും. പിള്ളേരെ, എന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ മേടിക്കും. മേടിക്കാം, പക്ഷെ എന്താ മേടിക്കേണ്ടെന്ന് വേഗം പറഞ്ഞേക്കേ. എടാ നീ എന്താടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ എന്താടാ ഇവിടെ പോപ്കോൺ വിറ്റോണ്ടിരിക്കാനോടാ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കല്ലേ അറിയാവൂ. എന്റെ പൊന്നളിയാ, ഞാനിവിടെ ഒന്നും വിൽക്കുന്നില്ല. ഹലോ, ഇത് അങ്ങയുടെ അളിയനല്ല, എന്റെ അളിയനാണ്. അല്ലേ കൊച്ചളിയ? അതെ വലിയ അളിയാ. നിങ്ങൾ അളിയനും അളിയനും കൂടി എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണല്ലേ? അതിവിടെ നടക്കില്ല. എത്രയും പെട്ടെന്ന് എന്റെ വയറ്റിനകത്തേക്ക് പോകാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. വയറ്റിനകത്ത് പോകാനായിട്ട് ഞങ്ങൾ എന്തിനു വേണ്ടിയാ തയ്യാറെടുക്കേണ്ടത്? നിന്റെ വയറ്റിനകത്ത് വല്ല പാർട്ടി നടക്കുന്നുണ്ടോ? എടാ ഇവന്മാര് ദേഷ്യം പിടിപ്പിച്ച് എന്റെ പണി തീർക്കുന്ന തോന്നുന്നേ. ഞാൻ എന്താണ് ഉമാരെ ചെയ്യുന്നത്? ആരാ നിങ്ങള് എന്റെ കുട്ടികളുടെ സ്വിമ്മിംഗ് പൂൾ വന്ന് വൃത്തികേടാക്കുന്നത്? പൊതക്കെന്ന് പറഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് അകത്തേക്ക് വന്നത്? പൊതക്കെന്ന് പൊതക്കെന്ന് വന്നതല്ല, പതുക്കെ പതുക്കെ ഞങ്ങൾ വന്നത്. നിങ്ങൾക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ അകത്തേക്ക് കയറി വന്നത്? അതെ, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എങ്കി ഇങ്ങോട്ട് വാ. പൊതക്കെന്ന് ആ മണ്ടൻ പൊതക്കെന്ന് എന്തെങ്കിലും വിളിച്ചു പറയും. അത് കാരണം പൊതക്കെന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. സംശയമുണ്ടോ? പറഞ്ഞോ, എന്താണ് പറയേണ്ടത്? നിന്റെ നാറ്റം കാരണം ഈ ഏരിയ തന്നെ നശിച്ചിരിക്കുക. വൃത്തിയായിട്ടാണെങ്കിൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോളണം. ഞാൻ പറയുന്നത് ഇവിടെ ആരും കേൾക്കുകയില്ല. നമ്മൾ എത്ര വലിയ വീടാണ് വെച്ചത്, എന്നിട്ട് ഇവിടുന്ന് പോവാൻ പറയുകയാണോ? എന്റെ ഭാര്യയെ നിങ്ങൾ കരയിച്ചിരിക്കുന്നു. പൊതക്കെന്ന്
ഞാൻ രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഇന്ന് രാവിലെ ആരെയാണാവോ കണി കണ്ടത്? കൊച്ചളിയ, ഈ വെള്ളത്തിനടിയിൽ ആരാണ് ഇത്രയും ഭംഗിയായിട്ട് വീട് വെച്ചിരിക്കുന്നത്? വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. ഷാർക്കിന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓയ്, സൈൻ ബോർഡിൽ വാർണിംഗ് തന്നതിന് ശേഷവും നിങ്ങൾ എന്റെ ഏരിയക്കകത്ത് വന്നിരിക്കുകയാണ്. ഇതെന്തായാലും ഒട്ടും ശരിയല്ല. ഇവന്മാരാണ് ഞങ്ങളെ മണ്ടന്മാരാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ ഏരിയയിൽ വന്നിരിക്കുകയാണ് അവർ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അതിന്റെ ശിക്ഷ കിട്ടിയേ മതിയാകൂ. നിങ്ങൾ സമുദ്രത്തിൽ വന്ന് ഷാർക്കുകളെ അപമാനപ്പെടുത്തി. എന്നാൽ എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്, നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന്. ഞാൻ പറയാം. നിങ്ങൾ ഞങ്ങളെ കടൽ തീരത്തെത്തിക്ക്. ചൂട് കാരണം ഞങ്ങൾ അവിടെ കിടന്ന് പിടഞ്ഞോളും. അല്ലല്ലോ കൊച്ചളിയ, കടൽ തീരത്ത് കയറുന്നത് ഇവർക്ക് എന്തായാലും സുരക്ഷിതമല്ല. അതിനായി ഇവർ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതായി വരും. കൂടാതെ അവിടെ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാനും കഴിയുമല്ലോ. അഭിനന്ദനങ്ങൾ ഷാർക്കാൽ. ജോയിൻ ലെറ്റർ തരാതെ തന്നെ ഹണി നിങ്ങളുടെ ഗാങ്ങിൽ ജോയിൻ ആയിരിക്കുകയാണ്. അവരെ തടയേ. സിംഹച്ചേട്ടാ, ഞങ്ങളല്ല നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങളുടെ ശത്രുക്കൾ ആ ഷാർക്കുകളാണ്. അവരാണ് നിങ്ങളെ പിടിച്ച് ഈ കൂട്ടിനകത്ത് അടച്ചു വെച്ചിരുന്നത്. ഞങ്ങളാണ് നിങ്ങളെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ശിക്ഷിക്കണമെങ്കിൽ നിങ്ങൾ അവരെ ശിക്ഷിക്ക്. വേണ്ട വേണ്ട, പറയുന്ന കേട് വേണ്ട. ആരെങ്കിലും എന്നെ ഈ സിംഹത്തിന്റെ അടുത്ത് നിന്നൊന്ന് രക്ഷിക്ക്. സോറി ബോസ്, സിംഹത്തിന്റെ കടി കൊണ്ട് ഞങ്ങളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആരും തയ്യാറല്ല. എന്നോട് ക്ഷമിക്കൂ. ഇനി ആരെയും ഞാൻ ഇങ്ങനെ ഉപദ്രവിക്കുകയില്ല. ആരെങ്കിലും എന്റെ ഈ ജീവൻ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാനുള്ള വഴി എന്താണെന്ന് വേഗം പറയൂ. അങ്ങോട്ട് നോക്ക്. അതിലെ ബട്ടൺ പ്രസ് ചെയ്ത് ലൈഫ് ബോട്ട് വഴി നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തു കടക്കാം. വേണ്ട സിംഹം ചേട്ടാ, നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടിട്ട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അവനെ വിട്ടേക്ക്. അടിപൊളി, നല്ല രസമുണ്ട്. എടാ, വെള്ളം നല്ല തണുപ്പുണ്ട്. കൂട്ടുകാരെ, അധികം ദൂരമെങ്ങും പോകരുത്. മുന്നിൽ ഒരുപാട് ഷാർക്സ് ഉണ്ട്. കൊച്ചലിയ, അല്ല നിനക്കെങ്ങനെ അറിയാം? സ്രാവ് ഇവിടെ വരുമെന്ന് നിന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നോ? എടാ കഴുതേ, ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? കൊച്ചലിയ, ബോർഡിൽ കഴുത എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ സൂക്ഷിക്കണം, ഇവിടെ സ്രാവുകളുണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് പോകാം, ഇല്ലെങ്കിൽ ഹണിയുടെ മണ്ടത്തരങ്ങൾ കേൾക്കേണ്ടി വരും. എടാ സോർദാരെ, കൊച്ചളിയ, നിങ്ങൾ ബൈക്ക് സ്ലോ ആയിട്ട് ഓടിക്കുക, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ പിടിക്കും. ഓവർ സ്പീഡിനുള്ള ഫൈനും അടിച്ചു തരും. നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ ഓവർ സ്പീഡിൽ ഓടിക്കുകയാണ്. ഇത് നിയമലംഘനാണ്. കഴുതകളുടെ രാജ്യത്തെ രാജാവാണ്ടാ നീയേ. കടലിൽ ആരാടാ ഹെൽമെറ്റ് ഇട്ടോണ്ട് ഓട്ടിക്കുന്നത്?
മാത്രമല്ല കടലിൽ പോലീസ് പിടിക്കത്തുമില്ല. സംശയമുണ്ടോ? അതെയോ? അങ്ങനെയെങ്കിൽ ഷോപ്പിങ്ങിന് വരുന്നതും പോകുന്നതും നമുക്കിനി കടലിലൂടെ ആക്കാം.